സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിരിക്കും നമ്മളെങ്ങനെ പ്രോക്സി സർവറിന് എനിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക്. അതുപോലെ തന്നെ പ്രോക്സി സർവറിന് എനിക്ക് എന്താണ് എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രോക്സി സർവറിന് എനിക്ക് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ കുറേ കളക്ഷനും കാണിക്കും. അതായത് ഫ്രീ ഫയർ വന്നിട്ടുള്ള ഒട്ടുമിക്ക ബണ്ടിൽസും കാണിക്കും നമുക്ക് പ്രോക്സി സർവർ കിട്ടുന്നതായിരിക്കും. ബണ്ടിൽസ് മാത്രമല്ല, അതുപോലെ തന്നെ ഗൺ കളക്ഷനും എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് VBADGE വരെ ഈ ഒരു അക്കൗണ്ടിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതും കാര്യമൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഡ്രീം ആയിട്ടുള്ള കോംബോ എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലും കാര്യം ഇഷ്ടം പോലെ ഡയമണ്ടും അതുപോലെ തന്നെ പ്രൈം ഈറ്റും എനിക്കാണ്. അപ്പോൾ അപ്പം ഈ ഒരു പ്രോക്സി സർവർ എനിക്ക് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ നോക്കുക ഗൈസ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിലും കാര്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക. അപ്പം ക്രോമിൽ എനിക്ക് ചെല്ലുമ്പം ഇതുപോലെ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ വ്യൂ ഇൻ ടെറാബോക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ടെറാബോക്സ് എനിക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതുകൊണ്ടേ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങോട്ടുള്ള ഒരു ലിങ്കാണിത്. അപ്പം ടെറാബോക്സ് എനിക്ക് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ ആ സ്കിപ്പും കാര്യമൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് സ്കിപ്പും കാര്യമൊക്കെ ചെയ്ത് ഇതുപോലെ ഒരു പേജിലോട്ടിട്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ഡൗൺലോഡ് ബട്ടൺ. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ലോഡിംഗ് ഒക്കെ ആവും. മെയിനായിട്ടൊരു എടുത്തു പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുടിഞ്ഞാടാണ്. അപ്പം ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് വൈഫൈ അല്ലേ ഡാറ്റ കൊടുക്കുക. അതിനുശേഷം വ്യൂവിൻ ഡൗൺലോഡ് ലിസ്റ്റ്. അപ്പം ഇവിടെ ഡൗൺലോഡ് എനിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഭയങ്കര രീതിക്ക് ആടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മോഡ് ഏപ്പിക്കാൻ എനിക്ക് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നാലും ഇതിനകത്ത് ആഡ് വരും ഗൈസ്, അങ്ങനെ ഒരു സാധനമാണ് ഗൈസ്. അപ്പോൾ ഇതിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര രീതിക്ക് സ്ലോ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് 1-2 തവണ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ആദ്യം തൊട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ ചില സമയത്ത് ഭയങ്കര രീതിക്ക് സ്ലോ ആണ്. അപ്പം മണിക്കൂറുകൾ എടുക്കും ഇതൊക്കെ കയറാൻ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ 1-2 തവണ ക്യാൻസൽ ചെയ്തിട്ട് കയറാൻ നോക്കുക. അപ്പം കുറച്ച് സ്പീഡ് കിട്ടും. ഏതെങ്കിലും ഒരു തവണ കയറുമ്പോൾ 3-4 തവണ ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടും. ഞാനപ്പോൾ അങ്ങനെയാണ് ചെയ്തത്, എനിക്ക് കുറച്ച് സ്പീഡ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രീ ഫയർ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. കാരണം അതല്ലെങ്കിൽ ആ ഒരു ഫ്രീ ഫയറിലോട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് വല്ല പണിയും കിട്ടും, ബാങ്ക് കിട്ടും, അത് ഉറപ്പാണ്. അവിടെ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് എനിക്ക് ഫ്രീ ഫയർ എനിക്ക് ഡിലീറ്റ് ചെയ്യുക. അങ്ങ് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് അങ്ങ് സേഫ് ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഇതിവിടെ തന്നെ നിങ്ങൾ ടെറാബോക്സിൽ തന്നെ ഡൗൺലോഡിങ് അവിടെ ഡൗൺലോഡ് ഫിനിഷ് ആയതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ നമ്മുടെ നോർമൽ ഫ്രീ ഫയറിനെ പോലെ തന്നെ ഇത് വരുന്നത് ജസ്റ്റ് അത് ചെറിയൊരു അപ്ഡേറ്റിംഗ് അങ്ങനെ ചെയ്ത് കയറുക. അതിനുശേഷം നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങുക. ഗസ്റ്റ് അക്കൗണ്ട് അല്ലാതെ വെറുതെ ഗൂഗിളൊന്നും വെച്ച് കയറായിരിക്കും. ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങുക. ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നോർമലായിട്ട് അവിടെ നിങ്ങൾക്ക് സെലക്ട് ഫസ്റ്റ് മാച്ചിന് മുമ്പ് നിങ്ങൾക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യണം. അറിയാലോ, ടാപ്പ് ടു ബേഗ്. അപ്പം അവിടെ നിന്നാണ് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് അവിടെ ഒരു ID ആയിരിക്കും കാണിക്കുക. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ID ആയിരിക്കും മേളിൽ കാണിക്കുന്നത്. അപ്പം ആ ഒരു ID കാണിക്കുക. നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് വല്ലതും എടുത്ത് ഗൂഗിളിൽ വല്ലതും ലെൻസിൽ വല്ലതും പോയി അങ്ങ് കോപ്പി ചെയ്യുക ID. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലും കാണിക്കുക കയറുക, അൺലോക്ക് FF ബീറ്റ. അപ്പം ഇതിനകത്താണ് നമ്മുടെ അക്കൗണ്ട് കാണിക്കുക അൺലോക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ വിത്തൗട്ട് ഡിസ്കോഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ID എനിക്ക് അടിച്ചു കൊടുക്കുക. ആ ഒരു ഗെയിമിൽ കയറുന്ന സമയത്ത് കാണിക്കുന്ന ID നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ അടിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഇവിടെ കാണിക്കും കണ്ടിന്യൂ വിത്തൗട്ട് ഡിസ്കോഡ്, അത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെ 4 സ്റ്റെപ്പും കാണിക്കാൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ 4 സ്റ്റെപ്പും കാര്യമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് കാര്യമൊക്കെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ നേരെ നിങ്ങളുടെ ഫ്രീ ഫയറിലോട്ടും കാര്യമൊക്കെ കയറുക. അതിന് നിങ്ങൾ നേരെ ഇപ്പം കയറാൻ പോകുന്നത് നമ്മുടെ പ്രോക്സി സർവറിലോട്ടായിരിക്കും. അപ്പം അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പോ കാര്യമൊക്കെ ഇതുപോലെ നിൽക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഞാനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും ഡിലീറ്റ് ചെയ്ത് നമ്മുടെ പ്രോക്സി സർവറിൽ കയറാം. അതുപോലെ ഇതുപോലെയൊക്കെ ഇന്ന് വീഡിയോയും ഫോട്ടോ ഞാനൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം പിന്നെ ഈ ഒരു പ്രോക്സി സർവർ എനിക്ക് മറ്റുള്ളവർ നോക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഫ്രീ ഫയറിൽ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരു ബോട്ട് അക്കൗണ്ട് ആയിരിക്കും. അതായത് പുതിയതായിട്ട് തുടങ്ങി ഒരു 2-3 ലെവലുള്ള അക്കൗണ്ട് ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു പ്രോക്സി സർവറും എനിക്ക് അക്കൗണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ബാനായിട്ട് പോകുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം തീർക്കുക, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇത് വെച്ച് കളിക്കാമെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. മാച്ചിങ് കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, ലോബി നിൽക്കാം. പക്ഷേ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എനിമിയെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊരു ഗെയിമും കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ അടിച്ചാലും എനിമി ചാവത്തില്ല, അവർക്കൊരു ഡാമേജ് പോലും കൊള്ളിക്കത്തില്ല ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഗൈസ്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എനിക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സും ഞാനൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.